ഹലോ, എൻ്റെ വോയിസ് ഓഡിയോളാണോ നിങ്ങൾക്ക്? ഇതിനകത്ത് എത്ര പേര് ഇപ്പം നിലവിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസിക് ആയിട്ട് ഐഡിയാസ് ഉള്ളവരാണ്? എല്ലാവരും സംസാരിക്കും. ഓക്കെ, ആക്ച്വലി ഇൻട്രാക്ട് ആവുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ ഉള്ളതായിരിക്കും നമുക്ക് നല്ലത്. പറഞ്ഞോളൂ, കുഴപ്പമില്ല അതിനൊന്നും. ഓക്കെ, ഇതിനകത്ത് ഒരാളെ കൈ റേസ് ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലെന്നാണോ? ഓക്കെ, എന്തുവായാലും ഇന്നത്തെ സെക്ഷനകത്ത് നമ്മൾ ഞാൻ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണ് ഒരുപാട് പേര് എൻക്വയറി നടത്തി. സമയത്ത് അവർ അവർക്ക് കൂടുതൽ പേർക്കുള്ള ഡൗട്ടായിരുന്നു എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് വെച്ചാൽ. ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ ഫ്രീ വെബിനാർ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നുള്ളത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളത് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു PPT പ്രസന്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ കാണിച്ച് ത്രൂ ഔട്ട് കൊണ്ടുവന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റേസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. അതിനൊന്നും ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ, നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഡ്രോപ്പ് ഷിപ്പിംഗിൻ്റെ A to Z ഒരു ബേസിക് ആയിട്ടുള്ള നോളജിന് വേണ്ടിയാണ് ഇന്നത്തെ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തത്, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ. സോ വാട്ട് ഈസ് ഡ്രോപ്പ് ഷിപ്പിംഗ്? എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ ആദ്യമേ ബൾക്കായിട്ട് മേടിച്ച് വെക്കാതെ തന്നെ പ്രോഡക്ട്സ് ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ നമ്മുടെ സ്റ്റോറിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് നമ്മൾ ആദ്യമേ ബൾക്കായിട്ട് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു മെത്തേഡ് വിട്ടുകൊണ്ട് നമ്മൾ ഇൻവെൻട്രി വെക്കാതെ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു ബിസിനസ് മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കൊടുക്കുന്നത് സപ്ലയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആസ് എ സെല്ലർ ആയിരിക്കും വർക്ക് ആവുന്നത്. സപ്ലയർ ആയിരിക്കും നമ്മുടെ പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും. കസ്റ്റമർ ബയറായിട്ട് ആക്ട് ചെയ്യുന്നു. സിമ്പിൾ ഡെഫിനറി പറയുവാണെങ്കിൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും കസ്റ്റമർ സപ്പോർട്ടുമാണ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതും, ബ്രാൻഡിങ് നമ്മുടെ സ്റ്റോർ എത്രമാത്രം ഒരു ബ്രാൻഡ് പോലെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ഷൻ ചെയ്ത് കസ്റ്റമർ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, സപ്ലയർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ സ്റ്റോറേജ് ഹാൻഡ്ലിങ്ങും പാക്കേജിങ്ങും ഷിപ്പിങ്ങും അത് അവരുടെ ചുമതലയും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവുന്നതെന്നുള്ളത്.
സോ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് 2000 രൂപയ്ക്ക് ഒരു ഹെഡ്സെറ്റ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു, ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ സപ്ലയർ അത് 1000 റുപ്പീസിനാണ് തരുന്നത്. സോ 1000 റുപ്പീസാണ് നമ്മുടെ പെർ പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ്. ഓക്കെ, സോ നമ്മൾ ആഡ് റണ്ണും കൂടെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ജഡ്ജ് കൂട്ടേണ്ടതാണ്. സോ നമ്മൾ ഒരു മിനിമം നമ്മളൊരു 300 റുപ്പീസിന് ആഡ് റൺ ചെയ്യുന്നെങ്കിൽ നമുക്കൊരു 4 to 10 ഓർഡേഴ്സ് വരെ നമുക്ക് ഒരു ദിവസം കിട്ടും, കറക്റ്റ് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചേക്കുന്നെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോൾ 1000 റുപ്പീസാണ് ലാഭം. അപ്പം ഈ 1000 റുപ്പീസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഉപയോഗിച്ചേക്കുന്ന ഫണ്ട് നമുക്ക് റിക്കവർ ആവുക ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു കണ്ടിന്യൂസ് ഡേയുടെ സെയിൽസ് ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അപ്പം ഇതിനകത്ത് എഗെയിൻ മാറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറ്, നമ്മൾ കസ്റ്റമറായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ബാക്കി വന്നിട്ട് മാർക്കറ്റിംഗ് എത്ര നല്ലതായിട്ട് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ്. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ വർക്ക് ആകുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡാണ്. ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഫഷണൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോഡക്ട്സ് അതിലോട്ട് ലിസ്റ്റ് ചെയ്യുന്നു. തേർഡിൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് സ്റ്റോറിൽ വന്ന് അത് ഓർഡർ ചെയ്യുന്നു. കസ്റ്റമർ പേയ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 75% നമുക്ക് കിട്ടുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ള 25% ഉള്ളൂ പ്രീപെയ്ഡ് ഓർഡേഴ്സ്. സോ പ്രീപെയ്ഡ് ഓർഡേഴ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെന്റ് ഗേറ്റ്വേയുടെ അനുസരിച്ച് നമുക്കൊരു അറൌണ്ട് 15 റുപ്പീസ് വരെ നമുക്ക് ചാർജബിൾ ആണ് ഒരു പേയ്മെന്റിന്. ഓക്കെ, സോ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പ്രോഡക്റ്റ് ഡെലിവറായി ദിവസത്തിനകമായിരിക്കും നമുക്ക് നമ്മുടെ പേയ്മെന്റ് കിട്ടുന്നത്. സോ കസ്റ്റമർ പേ ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു, സപ്ലയർ ആണ് അത് ഷിപ്പ് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പ്രോഫിറ്റ് നമ്മൾ വെക്കുന്നു. ഇതൊരു വിഷ്വൽ ചാർട്ടാണ്. ഓക്കെ, സോ എന്താണ് ട്രഡീഷണൽ ബിസിനസ്സും ഡ്രോപ്പ് ഷിപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ആദ്യമേ മേടിച്ച് വെക്കുക ചെയ്യുന്നത്. ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക്. ഓക്കെ, ആദ്യമേ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് ഹൈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം അതിനകത്ത്. പിന്നെ സ്റ്റോറേജ്, ഈ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയും വേണം. റിസ്ക് ആണ്, എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഇൻ കേസ് നമ്മൾ വിചാരിച്ച പോലെ സെയിൽ ആയില്ലെങ്കിൽ ബാക്കിയുള്ളത് നമ്മുടെ തലയിലായി, എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി മൊത്തത്തിൽ അതിനകത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് നമുക്ക് എന്തോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് വെക്കുന്നതേ ഇല്ല. സോ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ആകെ ഇതിനകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മാത്രമാണ്. ഓക്കെ, നമുക്കിത് എവിടെ നിന്ന് വർക്ക് ചെയ്യാം. നമുക്കൊരു സ്റ്റോറേജ്, ഇവിടെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്കൊരു സ്റ്റോറേജ് നീഡഡ് ആണ്. ബട്ട് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് റിസ്ക്കും കുറവാണ്. കാരണം നമുക്ക് ആകെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാത്രമാണ്, ആദ്യമേ പറഞ്ഞല്ലോ. സോ ഈ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കുറയുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ റിസ്ക് ഫാക്ടർ കുറയുവാണ്. അതാണ് ഒരു ട്രഡീഷണൽ ബിസിനസ്സും ഡ്രോപ്പ് ഷിപ്പിംഗിലും ഉള്ള വ്യത്യാസം. ഹു ആർ ദ മെയിൻ പ്ലേയേഴ്സ്? നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് ആരൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് റോൾസ് തരുന്നത്? ഫസ്റ്റ് കസ്റ്റമർ, അവരാണ് നമ്മുടെ പ്രോഡക്ട്സ് ബൈ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റോർ ഓണർ, നമ്മുടെ സ്റ്റോർ എത്രയും നല്ലതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, അതിൻ്റെ ബേസ്ഡ് ആയിരിക്കും നമുക്ക് സെയിൽസ് കിട്ടുന്നത്. മാർക്കറ്റിംഗ് വീഡിയോ കണ്ട് നമ്മുടെ സ്റ്റോറിൽ കസ്റ്റമേഴ്സ് എത്തിയാലും സ്റ്റോറിനകത്തെ ജെന്യൂനിറ്റി മനസ്സിലാക്കി നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, 3 സപ്ലയർ, നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന മെയിൻ ഒരാളാണ് സപ്ലയർ. ഓക്കെ, എപ്പോഴും നമ്മൾ നമ്മുടെ സപ്ലയർ ആയിട്ട് നല്ലതായിട്ട് ബിഹേവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവരെ നമ്മൾ പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് കറക്റ്റ് സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തത്തില്ല. ഓക്കെ, സപ്പോർട്ടീവ് ടെക്നോളജിയാണ് പേയ്മെന്റ് ഗേറ്റ്വേ. യൂഷ്വലി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗിന് സ്ട്രൈപ്പും പേപ്പാലും ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിന് നമ്മൾ ഫോൺ പേ ഉണ്ട്, ഫോൺ പേയുടെ ഗേറ്റ്വേ ഉണ്ട്, റാസോർ പേ ഉണ്ട്, ക്യാഷ് ഫ്രീയുടെ ഉണ്ട്. ഞാൻ റാസോർ പേ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം, നമ്മൾ മെറ്റ യൂസ് ചെയ്താണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്ട്സിന്റെ, ഇൻസ്റ്റാ ഓർ ഫേസ്ബുക്ക് വഴി കൂടെ. ഓക്കെ, സോ എന്താണ് നമുക്ക് വേണ്ടത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ, നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. മൊബൈൽ ഓർ ലാപ്ടോപ്പ്, മൊബൈൽ ആയാലും മതി. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലായിരുന്നു. ഓക്കെ, ഒരു ഓൺലൈൻ സ്റ്റോർ പ്ലാറ്റ്ഫോം, അതാണ് നമ്മൾ ഷോപ്പിഫൈ ത്രൂ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ സ്റ്റോർ.
റിലയബിൾ സപ്ലയർ, ട്രസ്റ്റബിൾ ആയിട്ടുള്ള സപ്ലയർ. ഞാനാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തരുന്നതായിരിക്കും, ഞാൻ ജെനുവിൻലി യൂസ് ചെയ്യുന്ന സപ്ലയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പേയ്മെന്റ് ഗേറ്റ്വേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ഫ്രീയോ ഫോൺ പേയോ ട്രാസോർ പേയോ ഇതിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ആയിരിക്കും നമ്മുടെ സ്റ്റോറായിട്ട് നമ്മൾ ഇന്റിഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ പോകുകയാണെങ്കിൽ നമ്മൾ സ്ട്രൈപ്പോ പേപ്പാലോ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ബേസിക്സ്, മാർക്കറ്റിംഗിന്റെ ഒരു ബേസിക് നോളേജ് നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണം. കാരണം കറക്റ്റ് രീതിയിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗിന് ഇടുന്ന ഫണ്ട് നമുക്ക് വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. സോ അത് കറക്റ്റ് രീതിയിൽ ഓഡിയൻസ് ടാർഗറ്റിംഗ് ചെയ്താലേ നമുക്ക് അവിടെ അത് യൂട്ടിലൈസ് ആവത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ത്രൂ ഔട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഓരോ മിത്തുകളുണ്ട് ഇനി ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച്. നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതുപോലെ തന്നെ ബാക്കിയുള്ളവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും. പെട്ടെന്ന് നമുക്ക് പണക്കാരനാവാം, അല്ലെങ്കിൽ 100% ആയിട്ട് നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും, ഒത്തിരി സ്കാം ആൻഡ് ഇല്ലീഗൽ ആണെന്നുള്ള വീഡിയോസും കണ്ടു കാണും, ഗ്യാരണ്ടീഡ് സക്സസ് ആണെന്നുള്ള മെസ്സേജസും കണ്ടു കാണും. ഇതെല്ലാം തെറ്റാണ്. ആക്ച്വലി ഇത് ഇങ്ങനൊന്നും അല്ല വർക്കാവുന്നത്. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ബിസിനസ് മോഡലാണ്. നമ്മുടെ സ്കില്ല്, നമ്മുടെ എഫേർട്ട്, നമ്മുടെ സ്ട്രാറ്റജി ഒരുമിച്ച് സക്സീഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് അല്ലാതെ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല. എന്തൊക്കെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ അഡ്വാൻറ്റേജ്? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ആണ്. നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ആണ് ഇതിനകത്ത് ചിലവാകുന്നത്. ജസ്റ്റ് ഷോപ്പിഫൈക്കകത്ത് നമ്മുടെ സ്റ്റോർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് 20 റുപ്പീസേ ആവത്തുള്ളൂ 3 monthsന്റെ പർച്ചേസ്. ഓക്കെ, മാർക്കറ്റിംഗ് ഒരു മിനിമം 300 വെച്ച് ഇടുകയാണെങ്കിൽ തന്നെ 3 ദിവസം ആഡ് റൺ ചെയ്യാൻ ഒരു 900 റുപ്പീസ്, പിന്നെ ടാക്സും എല്ലാം കൂടെ കൂട്ടി ജസ്റ്റ് 1000 റുപ്പീസ് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ ഒരു 1020 റുപ്പീസ് മതി. ഡൊമെയിൻ പർച്ചേസ് പിന്നെ ഐഡിയൽ ആണ്, ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ആക്ച്വലി നമ്മൾ നമ്മുടെ സ്റ്റോർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഷോപ്പിഫൈ തന്നെ നമുക്കൊരു ഡൊമെയിൻ തരുന്നതായിരിക്കും. ബട്ട് അതിലും കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ടച്ച് വരാൻ വേണ്ടിയാണ് നമ്മുടെ സ്റ്റോറിന്റെ പേര് വെച്ചുകൊണ്ട് നമ്മൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അത് കുറച്ചും കൂടെ ഒരു ട്രസ്റ്റബിൾ ആക്കി മാറ്റും നമ്മുടെ സ്റ്റോറിന്. ഈസി സ്റ്റാർട്ട് ആണ്, നമുക്ക് ഈസി ആയിട്ട് വെയർ ഹൗസ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വർക്ക് ഫ്രം എനിവെയർ, നമുക്ക് എവിടെ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. ലാർജ് പ്രോഡക്റ്റ് വേരിയന്റി, നമ്മളിവിടെ സ്റ്റോക്ക് വെക്കാത്തത് കൊണ്ട് നമുക്ക് എല്ലാ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സും നമുക്ക് നമ്മുടെ സ്റ്റോറിലോട്ട് കൊണ്ടുവരാൻ പറ്റും, അതിന്റെ സെയിൽസ് നടത്താൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു സ്പെസിഫിക് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ടാർഗറ്റിംഗ് ചെയ്യുന്നത് ഇവിടെ. സ്കേബിൾ ബിസിനസ്, നമ്മൾ കറക്റ്റ് ആയിട്ട് റൈറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഈസ് ഡ്രോപ്പ് ഷിപ്പിംഗ് ലീഗൽ? 100% ഇന്ത്യയിലായാലും ഇന്റർനാഷണൽ ആയാലും ഡ്രോപ്പ് ഷിപ്പിംഗ് ലീഗൽ. ഓക്കെ, ഇതിന് നമുക്ക് ആക്ച്വലി GST രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. ടാക്സ് അടയ്ക്കേണ്ട നമുക്ക് യഥാർത്ഥത്തിൽ. ഓക്കെ, ടാക്സ് അടയ്ക്കേണ്ട എന്ന് ഉദ്ദേശിച്ചത് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സെല് ചെയ്യുന്നതിനോ ടാക്സ് അടയ്ക്കാൻ. റവന്യൂ ജനറേറ്റ് ആകുമ്പോൾ നമുക്ക് ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അറൗണ്ട് ഒരു 2 lakh above നമുക്ക് സെയിൽസ് നടക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ ITR ഫയൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ജെന്യുവൻ സപ്ലയേഴ്സ് ആണ്. അവോയ്ഡ് ഫേക്സ്, ഒരിക്കലും സ്കാം ചെയ്യാൻ പോകില്ല കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന്. ഓക്കെ, പ്രോഡക്റ്റ് നമ്മൾ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് വേറൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ പോകില്ല. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാംസ് ആവും, പിന്നെ അത് ലീഗൽ ഇഷ്യൂസിലോട്ട് മാറും. നമ്മൾ ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റോറിനകത്ത് കാണിക്കുന്നത്, ഇപ്പോൾ ബൈ 1 get 1 ഫ്രീ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് നമ്മുടെ സ്റ്റോറിലോട്ട് കാണിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് കൊടുത്തേ പറ്റും അങ്ങനെ. ഓക്കെ, ഇൻ കേസ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കൺസ്യൂമർ കോർട്ട് വരെ നമ്മുടെ കസ്റ്റമേഴ്സിന് പോകാൻ പറ്റും. സോ സ്കാംസ് ഒന്നും ഇതിനകത്ത് കാണിക്കാൻ പോകില്ല ആരും. ഹൂ ക്യാൻ സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ്? ആർക്കൊക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റുഡൻറ്റിന് പറ്റും, ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പറ്റും, ഹൗസ് വൈഫിന് പറ്റും, ബിസിനസ് ഓണേഴ്സിന് പറ്റും, എനിവൺ. ഓക്കെ, ഒരു സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷനും ഒരു സ്മാർട്ട് ഫോണും ഉള്ള ആർക്കായാലും പറ്റും. ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ആക്ച്വലി ബേസിക് ആയിട്ടുള്ള നോളേജ് മാത്രം മതി, നോളേജും സ്കില്ലും. അതാണ് നമ്മൾ നമ്മുടെ മെന്റർഷിപ്പിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്കിൽസ് റിക്വയർഡ്. എന്തൊക്കെ സ്കിൽസ് ആണ് നമുക്കിവിടെ വേണ്ടത്? ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ്, ഫോണിലായാലും ലാപ്ടോപ്പ് സിസ്റ്റത്തിലായാലും നമുക്ക് അത്യാവശ്യം ഒരു സ്കിൽസ് വേണം. വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്റിഗ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ. വില്ലിങ്നെസ് ടു ലേൺ. ഓക്കെ, അറിവും പഠിച്ചെടുക്കാനുള്ള ഒരു വാട്ട് യു സേ നമ്മുടെ സ്കിൽസ് പഠിച്ചെടുക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം. ഓക്കെ, മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ്.
ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് മാർക്കറ്റിംഗ്, നമ്മളിപ്പം ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിംഗിന് നമ്മുടെ വീഡിയോ ഇട്ട് ഓക്കെ, നമ്മുടെ 300 മൊത്തം സ്പെൻഡ് ആയി, നമുക്ക് 0 റിസൾട്ട് ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകില്ല അതിനെ. ഓക്കെ, കറക്റ്റ് രീതിയിൽ അതിനെ അതിന്റെ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് നെക്സ്റ്റ് ഡേ എഗെയിൻ മാർക്കറ്റിംഗ് ചെയ്യാൻ റെഡി ആവണം. ഓക്കെ, പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സ്റ്റോറിനകത്ത് ചില സമയത്ത് മാർക്കറ്റിംഗ് കറക്റ്റ് ആണെങ്കിലും ഒരു 50 അല്ലെങ്കിൽ ഒരു 50 to 60 കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റോറിൽ ഒരു ഡേ വന്നെന്ന് വിചാരിച്ചോ, ബട്ട് പർച്ചേസ് വെറും 0 അല്ലെങ്കിൽ ഒരു 1 to 5 ആയിരിക്കത്തുള്ളൂ. അതിന്റെ പ്രശ്നം എന്താ? ഓക്കെ, അപ്പൊ അതിനൊരു സ്പെസിഫിക് റീസൺ കാണും. ആ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ശരിയാക്കാൻ നോക്കുക. ലാസ്റ്റ് വൺ, കൺസിസ്റ്റന്റ്. ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ ഇതിനകത്ത് റിലയബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്കിൽസിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താലേ നമുക്ക് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അഗെയിൻ, കോമൺ ഡ്രോപ്പ് ഷിപ്പിംഗ് മിത്സ്. നീഡ് ലോട്ട് ഓഫ് മണി. ചിലവർ പറയും ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ നമുക്കിത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അങ്ങനല്ല. ഓക്കെ, മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങളുടെ കോഡിംഗ് സ്കിൽസ് ആവശ്യമുണ്ടെന്ന് ചിലവർ അവകാശപ്പെടും. ഒരിക്കലും ഇല്ല. ഇവിടെ നമുക്ക് കോഡിംഗ് സ്കിൽസിന്റെ ആവശ്യമില്ല. ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ഡെഡ്. അത് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണെന്ന് പറയുന്നത്. കാരണം ഇ കൊമേഴ്സ് ഇപ്പൊ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരിക്കലും ഡ്രോപ്പ് ഷിപ്പിംഗ് അതുകൊണ്ട് ഡെഡ് ആവത്തില്ല. ഓക്കെ, ഒൺലി ഫോർ റീജൻ സക്സീഡ്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പേര് പറയുന്നതാണ് ഈ ഫോറിൻ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർ മാത്രമേ സക്സസ് ചെയ്യത്തുള്ളൂ. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷണൽ, എൻ്റെ പേഴ്സണൽ സ്റ്റോർ ഞാൻ നിങ്ങളെ ഈ ക്ലാസ്സിന് ശേഷം കാണിക്കുന്നതായിരിക്കും. ഇന്നൊരു ദിവസത്തെ സെയിൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഓക്കെ, ബിഗിനേഴ്സ് സക്സീഡ് ഡെയിലി വിത്തൗട്ട് ദ റൈറ്റ് സ്ട്രാറ്റജി. കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ബിഗിനേഴ്സും സക്സീഡ് ചെയ്യും. ഫോക്കസ് ഓൺ ഫൈൻഡിങ് സോൾവിങ് പ്രോബ്ലംസ്. നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രൂവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം. സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് എഫേർട്ട്. നമ്മൾ കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ആൻഡ് എഫേർട്ട് ആയിട്ട് ഇതിനകത്ത് നിൽക്കണം. എന്തുകൊണ്ടാണ് ഇനി ഡ്രോപ്പ് ഷിപ്പിംഗ് പോപ്പുലർ ഇന്നത്തെ കാലത്ത്? ഇപ്പൊ ആക്ച്വലി നമ്മൾ എപ്പോൾ നമ്മുടെ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്താലും ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ള ഒരുപാട് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മെയിൻ റീസൺ? കാരണം ഗ്രോത്ത് ഓഫ് ഇ കൊമേഴ്സ്, ഡെയിലി ഇ കൊമേഴ്സ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കറക്റ്റ് രീതിയിലുള്ള ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള മാർക്കറ്റിംഗ് കാരണമാണ് ഇത് കാണുന്നത്. ഗ്ലോബൽ സപ്ലയേഴ്സ് ഓൾ ഓവർ ഇന്റർനാഷണൽ ആയിട്ട് ഇത് ബൂം ചെയ്തേക്കുന്നു ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ, ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിനകത്ത് നമ്മുടെ സ്റ്റോർ ഒരു 75% ജെന്യൂൻ ട്രസ്റ്റബിൾ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വരുന്നതിൽ ഒരു 45% ഓൺലൈൻ പേയ്മെന്റ് വരാറുണ്ട്. ഓക്കെ, പിന്നെ വർക്ക് ഫ്രം ഹോം എവിടെ വേണമെങ്കിലും നമുക്ക് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ കാരണമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇത്രയും പോപ്പുലർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ എന്താണ് നമ്മുടെ മെന്റർഷിപ്പിൽ നിങ്ങൾ പഠിക്കുന്നതെന്നുള്ളതാണ്. പ്രോഡക്റ്റ് റിസർച്ചിങ് എങ്ങനെ, സ്റ്റോർ ക്രിയേഷൻ എങ്ങനെ, സപ്ലയർ സെലക്ഷൻ എങ്ങനെ ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രൈസിങ് സ്ട്രാറ്റജി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് 150 റുപ്പീസിന് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കീ ടോക്ക് വേസ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ സെൽ വിത്തൗട്ട് ഇൻവെന്ററി. ഓക്കെ, സമ്മറിയാണ് ആക്ച്വലി നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി വെക്കാതെ വിൽക്കുക. ലോ റിസ്ക്കും ഹൈ ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വിശാലമാണ്. ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ തന്നെയും ജസ്റ്റ് 1-2 സ്റ്റേറ്റ്സ് ഒതുങ്ങുമല്ല, അല്ലെങ്കിൽ 1-2 ഡിസ്ട്രിക്ട്സിൽ ഒതുങ്ങുമല്ല. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഓക്കെ, റിക്വയർ ലേണിംഗ് ആൻഡ് എഫേർട്ട്. നമ്മളുടെ ബേസിക്സ് ലേൺ ചെയ്ത് എഫേർട്ട് ഇട്ടാൽ ഇതിനകത്ത് സക്സീഡ് ആവത്തുള്ളൂ. പെർഫെക്റ്റ് ഫോർ ബിഗിനേഴ്സ്. ആർക്കും ഒരു ബിഗിനറിന് കറക്റ്റ് രീതിയിലുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സക്സീഡ് ആവാനേ ഉള്ളൂ. പിന്നെ റിയൽ ബിസിനസ് മോഡൽ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമെങ്കിൽ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കണ്ടെടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾക്ക് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ മന്ത് എത്ര കിട്ടുമെന്ന് നമുക്ക് ഇതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അതിനകത്ത് ഉണ്ടാകുന്ന സെയിൽസ് ആണ് നമുക്ക് ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു പാസീവ് ഇൻകം എത്രത്തോളം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കൂടുതലും ആവാം കുറവും ആവാം. അതുകൊണ്ട് ഒരു സ്റ്റേബിൾ ഇൻകം നമുക്ക് ഇതിനകത്ത് ഒരിക്കലും ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ?
ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? സ്റ്റോർ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് സ്റ്റോർ കാണുന്നുണ്ടോ? കാണാൻ ഇപ്പൊ കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ കാണിക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം കാണാം. യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറാണ്. ഈ സ്റ്റോർ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റോർസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് മന്തിലത്തെ എമൗണ്ട് സെയിൽസ് ജനറേറ്റ് ആയത് നിങ്ങൾ ഇവിടുത്തെ കാണുന്നത്. ഞാൻ ഇന്നലെ ഒരു ആഡ് റൺ ചെയ്തായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ സ്റ്റോറിലേക്ക്. അപ്പം ഇന്ന് അതിൻ്റെ ആഡ് റൺ ചെയ്യുമായിരുന്നു, നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ സെയിൽസ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് 1000 റുപ്പീസിനാണ് ആഡ് റൺ ചെയ്തത്. ഓക്കെ, മാർക്കറ്റിംഗ് ചെയ്തത്. ഇന്ന് 340 പേര്, അറൗണ്ട് 340 പേര് എൻ്റെ സ്റ്റോറിനകത്ത് വന്ന് ഇന്ന് എൻ്റെ സ്റ്റോറിൽ നടന്നേക്കുന്ന 39 ഓർഡേഴ്സ് ആണ്. ഇത് ആക്ച്വലി ഇമേജ് ഒന്നുമല്ല. ഓക്കെ, ഞാൻ റിഫ്രഷ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ആഡ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ആഡ് വർക്കിംഗ് ആണ്. ഓക്കെ, 340 പേരോളം നമ്മുടെ എൻ്റെ സ്റ്റോറിനകത്ത് ഇതേ വരെ വന്ന്. ഓക്കെ, ജസ്റ്റ് ഇന്നത്തെ ടുഡേ കാണിക്കാം ഞാൻ. സോറി 74 പേരാണ് ഇന്ന് സ്റ്റോറിനകത്ത് വന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ടുഡേ ആണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. 38 ഓർഡേഴ്സ് ആണ് ജനറേറ്റ് ആയത് ഇതേ വരെ. 24,000 റുപ്പീസിന്റെ സെയിൽസ്. ഓക്കെ, ഇതൊരിക്കലും പ്രോഫിറ്റ് അല്ല, എൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അല്ല. കാരണം പ്രോഡക്റ്റിന്റെ കോസ്റ്റും എല്ലാം ഷിപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു അറൗണ്ട് 10,000ഓളം ഏകദേശം സെയിൽസ് വന്നിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ പ്രോഫിറ്റ് ആയിട്ട്. അതും ഞാൻ മൊത്തത്തിൽ ഉണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം നമുക്ക് വന്നതിനകത്ത് ഇനി RTOs കാണും. ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം, ജെന്യൂൻ ഓർഡേഴ്സ് ആണെന്ന് വെരിഫൈ ചെയ്യണം. എങ്ങനെ പോലും ഒരു എബവ് 5,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ട് ഇന്നൊരു ദിവസം മാത്രമായിട്ട്. ഓക്കെ, ഇതെല്ലാം ഓർഡേഴ്സ് വന്നതാണ്. ആക്ച്വലി ഒരു 2 കിച്ചൺ പ്രോഡക്ട്സ് ആയിരുന്നു ഞാൻ സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഒരെണ്ണം 699 ഒരെണ്ണം 499. പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, സ്റ്റെയിൻലെസ് ചോപ്പിംഗ് ബോർഡും ഒന്ന് വന്നിട്ട് ഒരു മിനി ഫോൾഡബിൾ ഡെസ്ക്ടോപ്പും മോപ്പും. പ്രോഡക്റ്റ് കാണിക്കാം നിങ്ങളെ. ഇത് രണ്ടുമാണ് പ്രോഡക്റ്റ്. ആക്ച്വലി രണ്ടും കിച്ചൺ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആണ് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ. രണ്ടും കൂടെ 1000 റുപ്പീസിനാണ് ആഡ് റൺ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയാണ് നിങ്ങൾ ഇന്നത്തെ ജസ്റ്റ് ഇന്നൊരു ദിവസത്തെ സെയിൽസ് ആണ് കാണുന്നത്. ഓൾ ഓവർ ഇന്ത്യയാണ് ടാർഗറ്റിംഗ് ചെയ്തേക്കുന്നത്, ഓഡിയൻസ് ടാർഗറ്റിംഗ് ചെയ്തേക്കുന്നത്, അല്ലാതെ കേരളം മാത്രമല്ല. അതുകൊണ്ട് ഇപ്പോഴും കസ്റ്റമേഴ്സ് ലൈവ് വിസിറ്റേഴ്സ് ഉണ്ട്, കണ്ടോ, 2 പേര് ലൈവ് വിസിറ്റേഴ്സ് ഉണ്ട് ഇപ്പോഴും. സോ ഇതാണ് പറഞ്ഞത്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരിക്കലും ഡെഡ് അല്ല. ആക്ച്വലി നമ്മൾ കറക്റ്റായ മാർക്കറ്റിങ്ങും കറക്റ്റ് രീതിയിലുള്ള സെയിൽസ് ടാർഗറ്റിങ്ങും നമ്മുടെ സ്റ്റോർ ഡെവലപ്മെന്റ് വന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് നല്ലപോലെ സെയിൽസ് ജനറേറ്റ് ആവും. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, സോ നമ്മൾ നമ്മുടെ സ്റ്റോർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് തൊട്ട് എല്ലാം പഠിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സിനകത്ത്. എങ്ങനെയാണ് ഷോപ്പിഫൈ പ്ലാൻ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഈ കാണുന്നതെല്ലാം നിങ്ങൾ ഈ കണ്ടതെല്ലാം തീം പേജ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ ഈ കാണുന്ന ഇന്റർഫേസ് നമ്മുടെ സ്റ്റോറിന്റെ ഇത് തീം പേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പേഴ്സണലി എഡിറ്റ് ചെയ്തിട്ടുള്ള തീം പേജ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ തീം പേജ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രോഡക്റ്റ് പേജ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെയാണെന്ന്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് പേജിന്റെ ലിങ്ക് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേജിലോട്ടായിരിക്കും എത്തുന്നത്. സോ ഇത് കണ്ടില്ലേ, പ്രീപെയ്ഡ് ഓർഡേഴ്സിന്റെ ഒക്കെ എസ്റ്റിമേറ്റഡ് ഡെലിവറി, ഇതൊക്കെ വർക്കിംഗ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ നമ്മൾ തീം പേജസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഒരു ആമസോൺ പോലത്തെ റിവ്യൂസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ തന്നെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ആണ് ആക്ച്വലി. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന രീതിയിലത്തെ തീം പേജസ് ആയിരിക്കും നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്. സോ അതാ പറഞ്ഞ കോഡിങ്ങിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന തീം പേജസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ.
നിങ്ങളുടെ സ്റ്റോർ ഒന്ന് പ്രൊഫഷണൽ ആക്കി മാറ്റാൻ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആഡ് സ്ട്രാറ്റജിയും മെറ്റാ പിക്സൽ സെറ്റിങ്ങുമാണ്. അതെല്ലാം ത്രൂ ഔട്ട് ദ ക്ലാസ്സിനകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരേ പ്രൊഡക്റ്റ് എത്ര കാലത്തേക്ക് നിങ്ങൾ സെയിൽ ചെയ്യാൻ നിൽക്കും? ഒരേ പ്രോഡക്റ്റ് എത്ര കാലത്തേക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിംഗ് അനുസരിച്ചാണ്. ഇപ്പോൾ ഇന്നൊരു പ്രോഡക്റ്റ് എടുത്തെന്ന് വിചാരിച്ചു, നമ്മൾ ഒരു സ്ട്രാറ്റജി, ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, റിസർച്ച് ചെയ്യണം. നമ്മൾ ഒരിക്കലും റിസർച്ച് ചെയ്യാതെ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കാൻ പറ്റത്തില്ല. സോ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോറിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു 200 റുപ്പീസിന് ഒന്ന് ടെസ്റ്റ് ആഡ് റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ പ്രോഡക്റ്റ് സെയിൽ ആവോ ഇല്ലയോ എന്ന്. ഓക്കെ, റിസൾട്ട് കണ്ടു തുടങ്ങാൻ പറ്റും. ഇൻ കേസ് റിസൾട്ട് കാണുന്നില്ലെന്നാണെങ്കിൽ അതിനർത്ഥം ആ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് അധികം പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് കിട്ടത്തില്ല. കാരണം അതിന് റിസൾട്ടേ വരത്തില്ല. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നമുക്കൊരു 2-3 ഓർഡർ കിട്ടി, നമ്മൾ അഗെയിൻ നെക്സ്റ്റ് ഡേ ആ ആഡ് റൺ ചെയ്യാൻ നമ്മൾ വിടും. സോ ഗ്രാജുവലി കറക്റ്റ് രീതിയാണെങ്കിൽ നമുക്ക് നാളത്തെ ദിവസം ആ 4 ഓർഡർ എന്ന് പറയുന്നത് 6 കൺവേർട്ട് ആവും. അങ്ങനെ കൂടിക്കൂടിയേ പോകത്തുള്ളൂ. കാരണം മെറ്റാ പിക്സല് ഒരു പ്രാവശ്യം ഏത് രീതിയിലത്തെ കസ്റ്റമേഴ്സിലോട്ട് ആഡ് എത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സെയിൽസ് നമുക്ക് ജനറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഏത് സമയത്ത് നമ്മുടെ സെയിൽസ് ഡ്രോപ്പ് ആവുന്ന അതിനർത്ഥം മാർക്കറ്റിൽ അതിന്റെ ട്രെൻഡ് കഴിഞ്ഞു തുടങ്ങിയെന്നാണ്. അതനുസരിച്ച് നമ്മൾ അത് വിഡ്രോ ചെയ്തോണം ആ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ അഗെയിൻ ആഡ് റൺ ചെയ്യുന്നത് വെറുതെ നമുക്ക് പൈസ കൊണ്ട് കളയാനേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്? അപ്പൊ നമ്മൾ അധികമായിട്ട് നമ്മുടെ ആഡ് റൺ ചെയ്യാൻ സ്പെൻഡ് ചെയ്ത അതിനനുസരിച്ച് റിസൾട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ടെസ്റ്റ് റണ്ണ് നടത്തി കഴിയുമ്പോൾ നമുക്ക് സെയിൽസ് ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആദ്യമേ കൊണ്ടുവന്ന ഒരു 1000 റുപ്പീസോ 3000 റുപ്പീസോ ഇടല്ലേ. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് റൺ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് 300 ഇട്. 2-3 ദിവസം ആ ആഡ് 300 റുപ്പീസിന് തന്നെ സ്പെൻഡ് ആയതിനു ശേഷം അത് റിസൾട്ട് നമുക്ക് അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ അത് സ്ലൈറ്റ്ലി കുറച്ചും കൂടെ കൂട്ടി ഒരു 400 അല്ലെങ്കിൽ ഒരു 500 ഇട്ട് ഒറ്റയടിക്ക് ഒരിക്കലും 300 1000 റുപ്പീസിലോട്ട് കൂട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെറ്റാ പിക്സൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു സിസ്റ്റമാണ്. അത് ഇങ്ങനെ പഠിച്ചാണ് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ആഡിനെ എത്തിക്കുന്നത്. സോ നമ്മളൊരു 300 ഇട്ട് നമുക്കൊരു 2-3 സെയിൽസ് കിട്ടിക്കഴിയുമ്പോൾ അതിന് മനസ്സിലാവും ഏത് രീതിയിലത്തെ കസ്റ്റമറിലോട്ടാണ് എത്തിക്കേണ്ടതെന്ന്. നമ്മൾ ഒറ്റയടിക്ക് അടുത്ത ദിവസം അത് 1000 റുപ്പീസിന് അതേ ആഡ് തന്നെ റൺ ചെയ്യുമ്പോൾ മെറ്റാ പിക്സൽ തിരിച്ച് ലേണിംഗ് ഫേസിലോട്ട് പിന്നെയും പോകും. പിന്നെ അത് ആദ്യം തൊട്ട് പഠിക്കാൻ നോക്കും ഏത് രീതിയിലത്തെ കസ്റ്റമറിലോട്ട് എത്തിക്കേണ്ടതെന്ന്. സോ നമുക്ക് അവിടെ നമ്മുടെ മണി വെറുതെ കളയാനേ ഉള്ളൂ. കാരണം ലേണിംഗ് ഫേസിന്റെ ആദ്യത്തെ ഒരു 1-2 ഇനിഷ്യൽ ഡേയിൽ നമുക്ക് കുറച്ച് സ്പെൻഡ് ആകും, ഓർഡേഴ്സ് അധികം കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഉള്ളത്. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ പൈസ ഇട്ട് ആഡ് റൺ ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും? വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബ്രോ, പ്രോഡക്റ്റ് ഫൈൻഡിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മുടെ ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ദിവസത്തെ 1 hour ക്ലാസ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. എല്ലാം നമ്മൾ വെബിനാറിനകത്ത് ഷോ ചെയ്താൽ നമുക്ക് ഗുണമില്ലല്ലോ. വേറെന്തെങ്കിലും? ബ്രോ, എനിക്ക് ഇനിഷ്യലി കയറാൻ പറ്റില്ല. അപ്പം നമുക്കിപ്പോ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും? അപ്പം ഡെഫിനറ്റ്ലി ബ്രോ, അവൈലബിൾ ആയിരിക്കും. അന്നത്തെ റെക്കോർഡിങ്സ് നമ്മൾ അന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഈ നടക്കുന്ന വെബിനാറിന്റെ അവർ റെക്കോർഡിങ്സ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റെക്കോർഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനകത്തും ഇതേപോലെ ഉണ്ട് ഈവനിങ് ക്ലാസ്സിന് കയറാൻ പറ്റാത്തതായിട്ടുള്ളവർ. അപ്പൊ അവരെ റെക്കോർഡിംഗ് കണ്ടിട്ടാണ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടത്തുന്നത്. ഈ ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെ, വാട്സപ്പ് ത്രൂ ആണോ അതോ അടുത്ത നെക്സ്റ്റ് ഡേയിലെ മീറ്റിംഗ്സിലായിരിക്കുമോ? അല്ലല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ എന്നെ അപ്രോച്ച് ചെയ്യാം, കോളോ മെസ്സേജോ വഴി. ഞാൻ ഫ്രീ ആണെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേയിലേക്കൊന്നും വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ.
ഓക്കെ, വേറെ എന്തെങ്കിലും? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാ. ശരി, ക്ലാസ് ക്ലോസ് ചെയ്യുവാന്നേ.